നമസ്കാരം. എല്ലാവർക്കും PRS ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. നേരത്തെ തിരുവോണം നക്ഷത്രക്കാരുടെ കാര്യങ്ങൾ കുറേ പറഞ്ഞിരുന്നു. ഈ തിരുവോണം വരെ, ഈ ചിങ്ങം മാസത്തിലെ ഓണം കാലം വരെ, തിരുവോണം വരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു കാലമാണ് വന്നു ഭവിക്കുന്നത്. അത്തം മുതൽ തിരുവോണ നക്ഷത്രക്കാർ വ്രതം എടുക്കണം. മത്സ്യമാംസങ്ങളൊന്നും കഴിക്കാതെ രാവിലെയും വൈകുന്നേരം കുളിച്ച് ഏതെങ്കിലും ഒരു ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതുണ്ട്. തിരുവോണം നക്ഷത്രത്തിൻ്റെ ചില ദോഷങ്ങളെല്ലാം മാറി സർവസമ്പത്തും സർവൈശ്വര്യവും ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ദേവീക്ഷേത്രത്തിൽ പോയി അവിടെ ഒരു ഭാഗ്യസൂത്തോ അല്ലെങ്കിൽ പുഷ്പാർച്ചനയൊക്കെ നടത്തി രാവിലെയും വൈകുന്നേരവും പോയി തൊഴേണ്ടതാണ്. അപ്പോൾ അത്തം മുതൽ തിരുവോണം വരെ, തിരുവോണത്തിന് നമ്മളിൽ കഴിയാവുന്ന എന്തെങ്കിലും ഒന്ന്, നമ്മളെക്കാട്ടിലും താഴെ നിൽക്കും, സാമ്പത്തികമായിട്ട് വളരെ, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗികൾക്കോ അല്ലെങ്കിൽ ഒരു നേരത്തെ വിശപ്പടക്കാൻ കഴിയാത്ത ആളുകൾക്കോ ഒരു പൊതിച്ചോറ്, അങ്ങനെ എന്തെങ്കിലും ഒരു വസ്ത്രം നൽകുക എന്നത് വളരെ ഉത്തമം. തിരുവോണം വളരെ ഭംഗിയായി ആഘോഷിച്ച് നമ്മളുടെ തിരുവോണത്തിന് നല്ലൊരു മാറ്റമുണ്ടാകട്ടെ. അതിനുവേണ്ടി നല്ലവണ്ണം പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകും. നമ്മുടെ ഈ സെപ്റ്റംബർ 16 തിരുവോണം ദിവസം കഴിഞ്ഞ് രേവതിക്ക്, അതായത് ഈ നക്ഷത്രത്തിൻ്റെ അവസാനം രേവതി. അപ്പം ആ രേവതി നക്ഷത്രം വരുന്ന ഭദ്രകാളിക്ക് ഗുരുതിയും പൂജയും നൽകേണ്ടതുണ്ട്. ആ പ്രസാദം വാങ്ങിക്കഴിച്ച് ഭംഗിയാക്കി നിങ്ങളുടെ തിരുവോണ നക്ഷത്രക്കാരുടെ കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ദശകൾ, അതായത് ഓരോരുത്തരുടെയും പ്രായത്തിനനുസരിച്ച് ദശകളിൽ വ്യത്യാസമുണ്ട്. ജനനദശ ചന്ദ്രദശയാണ്. അപ്പോൾ അതായിരിക്കുന്ന ദശസന്ധി എന്താണോ, അപഹാരങ്ങൾ എന്തെല്ലാം. രാഹുദശയുള്ള ആളുകളുണ്ടാവാം. അപ്പോൾ രാഹുദശയുള്ള ആളുകൾ ശിവക്ഷേത്രത്തിൽ പോയി ഒരു കൂവളമാലയും നെയ്വിളക്കും കഴിക്കുക. ഇവിടെ വ്യായദശയുണ്ട്. വ്യായം മൗഢ്യാവസ്ഥയിലൊക്കെ നിൽക്കുന്ന അവസ്ഥയുണ്ടാവും. വ്യായം ഉള്ളതിനാൽ വ്യായദശക്കാർ വ്യായത്തിൽ അപഹാരങ്ങൾ, രാവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബുധനോ ശനിയോ അങ്ങനെ ഏതെങ്കിലും അപഹാരങ്ങളൊക്കെ വന്നു ഉപയോഗിക്കുന്നുണ്ടാവാം. വ്യായദശയുള്ള ആളുകൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, നെയ്വിളക്ക് കഴിക്കുക, വിളക്കും മാലയും കഴിക്കുക, വെള്ളനൈദ്യം കഴിക്കുക. ശനിയുള്ള ആളുകളുണ്ടാവും, ശനിദശ ഉള്ള ആളുകളുണ്ടാവും. ശനിദശയുള്ള ആളുകൾ അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി ഉള്ളുതിരി, നീരാഞ്ജനം എന്നിവ കഴിക്കേണ്ടതാണ്. അയ്യപ്പ ക്ഷേത്രത്തിൽ പോയിട്ട് നീരാഞ്ജനം, എള്ളുതിരി എന്നിവ കഴിക്കേണ്ടതാണ്. അങ്ങനെ ഓരോ
ദശകളും അതിനനുസരിച്ച് ബുധദശയാണെങ്കിൽ ഗണപതിക്ക് നാരങ്ങമാലയും ഭാഗ്യസൂത്രവും നൽകേണ്ടതാണ്. ശനീൻ്റെ ഞാൻ പറഞ്ഞു, രാഹു പറഞ്ഞു, വ്യാഴം പറഞ്ഞു. ഇവിടെ ചന്ദ്രദശയിലാണ് ജനനം. പിന്നെ ചുബ ആണെങ്കിൽ ദേവീക്ഷേത്രത്തിൽ കടുംപായസവും തെച്ചിമാലയും ചാർത്തി നാരങ്ങ വിളക്ക് തെളിയിക്കേണ്ടതാണ്. അങ്ങനെ നിരവധി ദശാപരമായിട്ട് വരുന്ന ദശ ഏതാണോ അതിനനുസരിച്ച് അടുത്തുള്ള ജ്യോതിഷനെയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ശാന്തിക്കാരെയോ കണ്ട് ഭംഗിയായി കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്.